ഹലോ, എല്ലാവർക്കും സ്നേഹസ്വരിലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്ന വിശേഷം എന്നറിയാവോ? ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുറച്ച് ദിവസമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ട്യൂഷന് പോകാൻ തുടങ്ങുകയാണ്. ഞാൻ ഇനി മുതൽ ട്യൂഷൻ. അപ്പം തൊട്ടടുത്താണ് എൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയാം. ഫ്രണ്ട് അപ്പം റീനു എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആള് പറഞ്ഞു, എടി എൻ്റെ തൊട്ടടുത്ത് ട്യൂഷൻ സെൻ്റർ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ വന്നോ, നമുക്ക് ചുമ്മാ ഇങ്ങനെ പറയാലോ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു. ആള് പോയി അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ അവിടെ പോയി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണോ, താങ്ക് യു ഡി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഓക്കെ. എന്നിട്ട് എനിക്ക് മൺഡേ തൊട്ടാ പോകാൻ തുടങ്ങണ്ടേ. സാറ്റർഡേ തൊട്ട് അവൾ ഫ്രൈഡേ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഫ്രൈഡേ വന്നതിന് ശേഷം ഏതൊക്കെയാ ബാഗ് വേണ്ടേ, ഏതൊക്കെയാ പെൻസിൽ വേണ്ടേ, എല്ലാം അടുക്കി പെറുക്കി ബാഗെ തൂക്കി വെച്ചു. എന്നിട്ട് അഞ്ചിനാണ് ഞാൻ എണ്ണീറ്റത്. 5:00 വന്ന് അച്ഛൻ 7 കുറെ നേരമായിട്ട് 8:30 ആയപ്പോൾ എങ്ങാണ്ട് വന്നപ്പോൾ ഞാൻ എല്ലാം എൻ്റെ ബാഗിൽ പുസ്തകവും ബുക്കും എല്ലാം കയറ്റി വെച്ചിട്ട് എന്നിട്ട് അച്ഛൻ ഞാൻ ട്യൂഷന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്ത് വരും, ഞാൻ വിചാരിച്ചു. എന്നിട്ട് അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഞാൻ പൊയ്ക്കോ ബൈ 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 എന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്ത് ട്യൂഷൻ സെൻ്ററിൽ ഇല്ലെന്നല്ല, തൊട്ടടുത്തുണ്ട്. ഇതും തൊട്ടടുത്താണോന്നല്ല, ഈ വീടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമാണ്. ആളുടെ വീട് നമ്മുടെ കുറച്ച് ദൂരം എങ്ങാണ്ടാണ്. അപ്പോൾ ആളുടെ വീട് എനിക്കറിയാം, അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. അപ്പം അത് കാരണം എങ്കിലും തൊട്ടടുത്ത് വീട് ഇവിടെ വേണമെങ്ങാണ്ടുണ്ട് ട്യൂഷൻ, എങ്കിലും ഞാൻ പോകുന്നില്ല. കാരണം എനിക്കിഷ്ടം അവളുടെ വീട്ടിൽ പോയി അവിടെ പോകാനാണ്. പിന്നെ അവിടെ പോയി കറക്കാൻ വേണ്ടി ഒരു പമ്പരം, ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാറ്റ്, അത്രോണം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ചുമ്മാ ഞാൻ സ്കെയിലും പെൻസിലും ഒക്കെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ അതിൽ മിസ് കണ്ടിട്ടുണ്ട് അവിടെ എല്ലാം എഴുതിയിട്ടും എല്ലാം. ട്യൂഷൻ ബുക്കൊന്നും ഇല്ല, എങ്കിലും പുതിയത് വാങ്ങണം, പുതിയത് വാങ്ങി ഏറ്റി വെക്കണം, എന്നിട്ട് വേണം പോകാൻ. എനിക്ക് അതിൻ്റെ ഞാൻ ഇപ്പോഴും ത്രില്ലിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം പോകുമ്പോൾ എന്തോ ആയിരിക്കും, അവിടെ എങ്ങനെയാണ് എന്താണ് അവിടെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ സാറ്റർഡേ സൺഡേ അവിടെ സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ട്യൂഷന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ട്യൂഷൻ്റെ വേണമെങ്കിൽ ഞാൻ ബ്ലോഗ് ഇടാം, വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ട്യൂഷൻ്റെ ബ്ലോഗ് ഇടും പറ്റുവാണെങ്കിൽ ഇടും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്യൂഷന് പോകുന്നത്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാത്തതുകൊണ്ടല്ല, എനിക്ക് ഈ ട്യൂഷന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ട്യൂഷന് പോകുന്നത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഈ സ്കിറ്റൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാണ്, അതൊന്നുകൂടെ പറയുകയാണ്. പിന്നെ 724-ാമത്തെ എപ്പിസോഡ്, ഇത് 2 സ്കിറ്റ് ഞങ്ങളിപ്പോൾ ചെയ്തു. 724-ഉം പിന്നെ 664. ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ പോയി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അടിപൊളി സൂപ്പർ സ്കിറ്റാണ്. രണ്ടാമത്തെ നിങ്ങൾ എന്തൊക്കെയാലും കാണണം. ഫസ്റ്റത്തെ നിങ്ങൾ കണ്ടിട്ട് രണ്ടാമത്തെ കണ്ടാൽ മതി. അടിപൊളിയാണ്, 2 കാണണം. അടിപൊളി സ്കിറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്, എൻ്റെ അച്ഛനും ഞാനും. ഫസ്റ്റ് ഞാനും എൻ്റെ അച്ഛനും, പിന്നെ വേറൊരു കുട്ടി, പവിത്ര എന്നൊരു കുട്ടി, ഞാനുമായിരുന്നു. രണ്ടാമത് എനിക്ക് ബമ്പർ അടിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെയാണ് അവിടെ എന്തോ ചെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു 1 പിന്നെ 15, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഫസ്റ്റ് ഒരാളെ ചിരിക്കത്തുള്ളൂ, പിന്നെ രണ്ടാമത് 2 ആളെ ചിരിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു പറ്റത്തില്ല മോനെ, അങ്ങനെ അല്ലായിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് പോയപ്പോൾ അടിപൊളിയായിട്ട് ഇത് എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് ആ ബമ്പർ കിട്ടി. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അയ്യോ എൻ്റെ മോനെ, എനിക്ക് ഭയങ്കര സഹിക്കാൻ വയ്യായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ബമ്പർ കിട്ടിയ. പിന്നെ വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചുമ്മാ ട്യൂഷന് പോകുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് കൂടെ പറയാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾ കാണുക, പിന്നെ ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ഷെയറൊക്കെ ചെയ്യുക. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെന്നും കാണുന്ന കാണാത്തവരാണ് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും മറ്റേ 2 കാര്യവും പിന്നെ ഈ കാര്യം കൂടെ പറഞ്ഞതേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ ബ്ലോഗിൻ്റെ അകത്തൊക്കെ കണ്ടതാണെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് നമുക്കൊരു മോശമല്ലേ. ബാക്കിയുള്ള പറയുമ്പോൾ നമ്മൾ പറഞ്ഞാണ്ടിരുന്ന അതെന്താ ചെയ്യുക? അത് നമ്മൾ ചെയ്തുകൂടാ. അവര് പറയുന്നത് നമ്മൾ പറയുന്നത് എല്ലാം കോപ്പി. പിന്നെ ഞങ്ങൾ എന്താ പറയാനുള്ളത്, എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ബമ്പർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സാധാരണ രീതിയിൽ എന്തെങ്കിലും തോന്നും. നമ്മൾ ഈ ബമ്പർ അടിക്കും, ചില ആൾക്കാർ, ഞാൻ വിചാരിക്കും പല ആൾക്കാരും ബമ്പർ അടിക്കും. അപ്പോൾ അയ്യോ എനിക്ക് ബമ്പർ കിട്ടുന്നു വെച്ചാൽ നമുക്ക് കുശുമ്പായിട്ടല്ല, എനിക്ക് ബമ്പർ കിട്ടിയിട്ടില്ല. കാരണം ഒരു വർഷം പോയപ്പോൾ എനിക്ക് ഒരാളായിരുന്നു ചിരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എപ്പോഴും പിന്നെ പല ആൾക്ക് ബമ്പർ സ്ഥിരംകാരുണ്ട്. അപ്പം അവരൊക്കെ അടിക്കുമ്പോൾ ചോദിച്ചാൽ എനിക്ക് എന്താ ബമ്പർ അടിക്കാത്ത എന്നും പറഞ്ഞ് ഞാൻ അവിടോട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞൊരു ബമ്പർ അടിച്ചപ്പോൾ
മോനെ എന്റെ വിഷമങ്ങളെല്ലാം എവിടെ പോയോ എന്തോ എനിക്കറിയത്തില്ല, എവിടേക്കോ മായാജാലമായി പോയി. ഈ രണ്ടാമത്തെ സ്കിറ്റായാലും മൂന്നാമത്തെ സ്കിറ്റും അടിച്ച് പൊളിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ നിങ്ങളെല്ലാം അത് കാണാം, ഉറപ്പായിട്ടും കാണാം. ഈ വീഡിയോയും കാണാം, ലൈക്കും ഇതിലെത്തും ചെയ്യാം. അതിൻ്റെ അകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് നിങ്ങൾ സ്ഥിരം കാണുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങളുടെ TV കാണും. ഇനി TV നിങ്ങൾക്കില്ല, TV ഞങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഴവിൽ നമ്മുടെ ഈ ഫോണല്ലോ, ഫോൺ എടുത്തിട്ട് മഴവിൽ മനോരമ അല്ല വേണ്ട അത് വേണ്ട, ബമ്പർ ചിരി കോമഡി എപ്പിസോഡ് 724 ആൻഡ് 664 അടിക്കുക. ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നു ഞാൻ. പിന്നെ അതിൻ്റെ അകത്ത് കുറേ മണിക്കൂർ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഉള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആദ്യം തൊട്ട് അവസാനം വരെ കുറേ കാണും. ഒരു 1.1 ഒക്കെ മുകളിൽ കയറി പോകുന്ന നമ്പറൊക്കെ എടുക്കുക. അതാകുമ്പോൾ പിന്നെ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കാണും. ഫുൾ വീഡിയോ എടുക്കുക, ഫുൾ വീഡിയോ കൊണ്ട് അടിക്കുക. അപ്പോൾ അതിൻ്റെ 664-ാമത്തെ എപ്പിസോഡും കിട്ടും, 724-ാമത്തേനെ കിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഈ ട്യൂഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ എനിക്ക് ട്യൂഷൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊരു കാര്യം, അത് പിന്നെ നമ്മൾ വേറെ കാര്യം പറയണില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ആ എപ്പിസോഡ് 664, 724 അത് ഞാൻ നിങ്ങളെ മറക്കാണ്ട് ഓർമ്മിക്കുകയാണ്. ആ 2 എപ്പിസോഡും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും പറയുന്നതാണ്. എങ്കിലും ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. ബൈ ബൈ.